എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ശക്തമായ, നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു കവിതയാണ്. വാക്ക് എലോൺ അഥവാ ഒറ്റയ്ക്ക് നടക്കുക. ഇതെഴുതിയത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കവിയായ രബീന്ദ്രനാഥ് ടാഗോറാണ്. അദ്ദേഹത്തെ നമ്മൾ ഗുരുദേവ് എന്നും വിളിക്കാറുണ്ട്, അല്ലേ? ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങൾ എഴുതിയത് അദ്ദേഹമാണ്. 1913 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി. അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന കവിത സമാഹാരത്തിനായിരുന്നു അത്. അപ്പോൾ അത്രയും മഹാനായൊരു കവിയുടെ നമുക്ക് ധൈര്യം പകരുന്ന ഒരു കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബെഥനി ഹാമിൽട്ടന്റെയും നീരജ വാനോട്ടിന്റെയും കഥകൾ പഠിച്ചു. പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിട്ട രണ്ടു പെൺകുട്ടികൾ. അവരുടെ ആ ധൈര്യത്തെ, ആ ആത്മവിശ്വാസത്തെ ആഘോഷിക്കുന്ന ഒരു കവിതയാണിത്. നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? കവിതയുടെ ആദ്യത്തെ വരികൾ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒന്നാണ്. If no one listens to your call, then you must walk on alone. നിങ്ങൾ വിളിക്കുന്നത് കേൾക്കാൻ ആരുമില്ലെങ്കിൽ, നിങ്ങളൊരു സഹായത്തിനു വേണ്ടി വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ വിളിക്കുന്നു, പക്ഷേ ആരും അത് കേൾക്കുന്നില്ല, ആരും നിങ്ങൾക്ക് ചെവി തരുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? സങ്കടപ്പെട്ടിരിക്കുമോ? വേണ്ട. then you must walk on alone. നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് നടക്കണം. ആരെയും കാത്തു നിൽക്കരുത്. നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ കണ്ടെത്തണം. ആരും കൂടെയില്ലെന്ന് കരുതി പിന്നോട്ട് പോകരുത്. അടുത്ത വരികൾ നോക്കൂ. കവി ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. മൂവ് ഓൺ അലോൺ, മൂവ് ഓൺ അലോൺ ആൻഡ് മൂവ് ഓൺ അലോൺ. ഒറ്റയ്ക്ക് മുന്നോട്ടു പോകൂ, ഒറ്റയ്ക്ക് മുന്നോട്ടു പോകൂ, ഒറ്റയ്ക്ക് മുന്നോട്ടു പോകൂ. 3 തവണയാണ് കവി ഇത് ആവർത്തിക്കുന്നത്. എന്തിനായിരിക്കും അങ്ങനെ ആവർത്തിക്കുന്നത്? ആ ആശയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായി പോകും. നമ്മുടെ ആശയങ്ങളെയും സ്വപ്നങ്ങളെയും മനസ്സിലാക്കാൻ ആരുമുണ്ടാകില്ല. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ തളർന്നു പോകരുത്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ടു പോകണോ? എന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ ഇത്! ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. ഇവിടെ കവി മറ്റൊരു സാഹചര്യം പറയുന്നു. ഇഫ് നോ വൺ സ്പീക്സ് ടു യു, ഓ മൈ ഹാപ്ലെസ് വൺ, ഇഫ് എവ്രി വൺ ടേൺസ് ദി അതർ വേ, ഇഫ് എവ്രി വൺ ഈസ് അഫ്രേഡ്. നിങ്ങളോട് ആരും സംസാരിക്കുന്നില്ലെങ്കിൽ, ഓ മൈ ഹാപ്ലെസ് വൺ എന്ന് കവി നമ്മളെ സ്നേഹത്തോടെ, ഒരു സഹതാപത്തോടെ വിളിക്കുകയാണ്. ഹാപ്ലെസ് എന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലാത്ത, കഷ്ടപ്പെട്ട എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങൾ എന്തോ പറയാൻ ശ്രമിക്കുന്നു, പക്ഷെ എല്ലാവരും മുഖം തിരിക്കുന്നു. എവ്രി വൺ ടേൺസ് ദ അതർ വേ. ഒരുപക്ഷെ അവർക്ക് നിങ്ങളെ പേടിയായിരിക്കാം. ഇഫ് എവ്രി വൺ ഈസ് അഫ്രേഡ്. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ സത്യസന്ധത, അതായിരിക്കാം അവരെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? മിണ്ടാതിരിക്കുമോ? ഇല്ല. then open your heart and speak out your mind alone. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളുടെ മനസ്സിലുള്ളത് ഒറ്റയ്ക്ക് സംസാരിക്കുക. സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ്. ആരും കേൾക്കാനില്ലെങ്കിലും, ആരും നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ധൈര്യത്തോടെ പറയണം. നിങ്ങളുടെ ശബ്ദം നിങ്ങളുടേതാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ട്. അത് ലോകത്തോട് വിളിച്ചു പറയാൻ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും മടിക്കരുത്. ഗാന്ധിജിയെപ്പോലെയുള്ള ഒരുപാട് മഹാന്മാർ ഇങ്ങനെ ഒറ്റയ്ക്ക് തുടങ്ങിയവരാണ്, അല്ലേ? ഇനി കവിതയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ കവി യാത്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇഫ് എവ്രി വൺ ടേൺസ് അവേ, ഓ മൈ ഹാപ്ലെസ് വൺ, ഇഫ് ആസ് യു വാക്ക് അലോൺ ഓൺ എ ഡാർക്ക് റോഡ്, നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേർണി. എല്ലാവരും നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു നടക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഇരുണ്ട വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, ഓൺ എ ഡാർക്ക് റോഡ്, നിങ്ങളുടെ യാത്രയിൽ ആരും പങ്കുചേരുന്നില്ലെങ്കിൽ. ഇവിടെ ഡാർക്ക് റോഡ് അഥവാ ഇരുണ്ട വഴി എന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസമേറിയ സമയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ വഴി. ആ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കൂട്ടുതരാൻ ആരുമില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ആ വഴിയിൽ തളർന്നിരിക്കുമോ? ഒരിക്കലുമില്ല. then you must crush the thorns in your path with your bleeding feet and walk ahead alone. നിങ്ങളുടെ പാതയിലെ മുള്ളുകളെ, the thorns in your path, നിങ്ങൾ ചവിട്ടി മെതിക്കണം. എങ്ങനെ? with your bleeding feet. നിങ്ങളുടെ കാലുകൾ മുറിഞ്ഞ് രക്തമൊഴുകുകയാണെങ്കിൽ പോലും ആ വേദന സഹിച്ചുകൊണ്ട് നിങ്ങൾ ആ മുള്ളുകളെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് നടക്കണം. walk ahead alone. ജീവിതത്തിലെ തടസ്സങ്ങളെയാണ് മുള്ളുകൾ എന്ന് കവി ഉദ്ദേശിക്കുന്നത്. ആ തടസ്സങ്ങൾ നമ്മളെ മുറിവേൽപ്പിച്ചേക്കാം, നമുക്ക് വേദനയുണ്ടാക്കിയേക്കാം. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ആ വേദനയും സഹിച്ചുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു പോകണം. എത്രമാത്രം ആത്മവിശ്വാസം നൽകുന്ന വരികളാണിത്! ഇനി അവസാനത്തെ സ്റ്റാൻസ. ഇവിടെ കവി വെളിച്ചത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇഫ് നോ വൺ ഹോൾഡ്സ് അപ്പ് എ ലൈറ്റ്, ഓ മൈ ഹാപ്ലെസ് വൺ, ഇഫ് ഓൺ എ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ്, എവ്രി വൺ സീക്സ് റിഫ്യൂജ് ബിഹൈൻഡ് എ ക്ലോസ്ഡ് ഡോർ. ആരും നിങ്ങൾക്ക് വേണ്ടി ഒരു വിളക്ക് പിടിക്കുന്നില്ലെങ്കിൽ, ഒരു ഇരുണ്ട കൊടുങ്കാറ്റും മഴയുമുള്ള രാത്രിയിൽ, ഓൺ എ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ്, എല്ലാവരും
അടച്ച വാതിലിന് പിന്നിൽ അഭയം തേടുമ്പോൾ, അതായത് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ, എല്ലാവരും അവരവരുടെ കാര്യം നോക്കി സുരക്ഷിതരായി ഒതുങ്ങിക്കൂടുമ്പോൾ, നിങ്ങളെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴും നിങ്ങൾ തളരരുത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചമുണ്ട്. നിങ്ങൾ സ്വയം ഒരു വിളക്കായി മാറണം. നിങ്ങൾ സ്വയം കത്തിജ്വലിച്ച് ആ ഇരുട്ടിനെ കീറിമുറിക്കണം. മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് പ്രകാശിക്കണം. ആൻഡ് ഷൈൻ അലോൺ ദാറ്റ് മെനി മേ അസ്പയർ. നിങ്ങളുടെ ആ ധൈര്യം, നിങ്ങളുടെ ആ ആത്മവിശ്വാസം കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെപ്പോലെ ആകാൻ മറ്റുള്ളവരും ആഗ്രഹിച്ചേക്കാം. നിങ്ങൾ അവർക്കൊരു വഴികാട്ടിയാകും. അപ്പോൾ മറ്റുള്ളവരുടെ വെളിച്ചത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ നമ്മൾ സ്വയം ഒരു വെളിച്ചമായി മാറണം എന്നാണ് ടാഗോർ പറയുന്നത്. എന്തൊരു മനോഹരമായ, ശക്തമായൊരു സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്, അല്ലേ? ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും, ആരും കൂടെയില്ലെങ്കിലും നമ്മൾ നമ്മളിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ ഒറ്റയ്ക്ക് മുന്നോട്ടു പോകണം. ഈ കവിത നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.